എൻ്റെ പേര് ഭവാനി. പടിഞ്ഞാറ് വെള്ളം തെറ്റി ആന അയ്യത്തിറങ്ങി ഭയങ്കര ശല്യമായിരുന്നു. ഇന്ന് രാവിലെ വന്ന് വീട്ടിന്റെ പരിസരത്ത് അയൽവശത്ത് വന്ന് ഭയങ്കര ഉപദ്രവമാണ്. ഇപ്പൊ 25 വർഷമായി ഇവിടെ. ഇല്ല, അന്നൊന്നും ശല്യമേ ഇല്ല. ഇപ്പൊ ഈ കുറഞ്ഞ സമയം കൊണ്ടാ ഇതുപോലെ ശല്യം. ഞങ്ങൾ തന്നെ നടന്ന് ഇവിടെ വരെയും വരും. അവിടുന്ന് കാട്ടിലെല്ലാം കയറുമായിരുന്നു ആടിനെയും കൊണ്ടൊക്കെ. ആടൊക്കെ ഒരുപാട് ആടൊക്കെ ഉണ്ട്. ഇപ്പൊ ഇല്ല, ഒന്നും പറ്റത്തില്ല. ഭയങ്കര ശല്യം. ഇപ്പൊ ആനയുണ്ട്, പുലിയുണ്ട്, കരടിയുണ്ട്, പരിസരത്തെല്ലാം വരുന്നുണ്ട്. പിന്നെ ആടിനെ പിടിച്ച് പട്ടിയെ പിടിച്ച് എല്ലാം ഉണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. ആന വരുന്നത് ഈ അക്കരെ കൂടെ ആ തോട്ടിൽ കൂടെ വന്ന് ഇവിടെ കയറും. അതുകൊണ്ട് ഈ ഇവിടെ അതുകൊണ്ടാക്കിയിട്ട് വരെ അവിടെ വന്ന് വെച്ചോ. കിടങ്ങ് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഒരു പ്രയോജനം മൊത്തം കിടങ്ങിനകത്ത് കൂടെ ഇറങ്ങി ചക്കയും മാങ്ങയും പ്ലാവും വാഴകളും മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. അപ്പോൾ ആനകൾ ഇറങ്ങുന്ന സ്ഥലത്താണ് ഇന്ന് നിൽക്കുന്നത്. എന്നും ആനപ്രശ്നമാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പത്തനാപുരം താലൂക്കിലെ വെള്ളംതെറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ്. പിറവന്തൂർ പഞ്ചായത്തിലെ തന്നെ, അതായത് നമ്മുടെ കറവൂരും കുമരംകുടിയും ഒക്കെ കഴിഞ്ഞ് ഇപ്പുറത്തെ സ്ഥലമാണ്. വനത്തിന്റെ വേറൊരു ഭാഗം 5 കിലോമീറ്റർ സഞ്ചരിച്ച് ഇപ്പോൾ കിഴക്കേ വെള്ളംതെറ്റിയിലാണ് നിൽക്കുന്നത്. ഇന്ദിര അമ്മയാണ്. ഇവിടെയും പ്രശ്നം ആനകളാണ്. ഇത് കൃഷിയൊക്കെ കണ്ടില്ലേ, വീട്ടിന്റെ ചുറ്റും കൃഷികളാണ്. കൃഷി കൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവിടെ കിടങ്ങെടുത്തിട്ടുണ്ട്. കിടങ്ങിന്റെ മുകളിൽ കൂടി പാറയിൽ ചവിട്ടി ആന ഇറങ്ങും അല്ലേ? അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. ഫോറസ്റ്റുകാർ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്, എല്ലാം നോക്കുന്നു. പക്ഷെ ആന ഓരോ സമയങ്ങളിൽ കൃത്യസമയത്ത് തന്നെ ഇവിടെ ഈ വീടിന്റെ പരിസരം 23 കൂടുതൽ വീടുകളുള്ള സ്ഥലമാണ്. ഇതൊരു ട്രൈബൽ ഉന്നതിയാണ്. അപ്പോൾ ഈ കിഴക്കേ വെള്ളം തെറ്റിയിലെ പ്രശ്നങ്ങൾ എന്നും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരും ഇവിടെ വരുന്നില്ല, തിരക്കുന്നില്ല. അപ്പോൾ ഇനി പുതിയ MLA ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഫോറസ്റ്റുകാർ കാര്യമായിട്ട് എടുക്കണമെന്നാണ് ഇവർ പറയുന്നത്. ഇവർക്ക് അത്യാവശ്യം ഒരു ചുറ്റുവട്ടത്തെങ്കിലും ഫെൻസിങ് ഇട്ട് കിട്ടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കിടങ്ങുകൾ എടുത്തത് കൃത്യമായി പാറയൊക്കെ പൊടിച്ച് ലെവൽ ചെയ്യണമെന്നാണ് പറയുന്നത്. KSRTC എത്താത്ത സ്ഥലമാണ്, വാഹന സൗകര്യമില്ല. മുകളിലെ വെള്ളം തെറ്റിയിൽ വന്നതിന് ശേഷമാണ് ആളുകൾ നടന്നു വരുന്നത്. ഇവിടുന്ന് രാത്രികാലങ്ങളിൽ വീടുകളിൽ കിടക്കുന്ന ബൈക്കിലോ ഓട്ടോയിലൊക്കെയാണ് ആശുപത്രിയിൽ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് എത്തിക്കുകയാണ്. ബാക്കി കാര്യം ഇന്ദിരാമ്മ തന്നെ പറയും. ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാവരും കാഴ്ചകൾ കണ്ട് പിന്നാലെ വന്നോളൂ. എന്റെ പേര് ഇന്ദിര. പാടം ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ആനശല്യം കൊണ്ട് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെരയുടെ അടുത്തൊക്കെ വന്ന ആന വാഴയും എടുത്ത് ഞങ്ങളെയും ശല്യപ്പെടുത്താൻ വരുന്നുണ്ട്. ഈ വെള്ളം തെറ്റിയിൽ താമസമായിട്ട് എത്ര ആളായി? 19 വർഷം കഴിഞ്ഞു. ഏത് ഭാഗത്തൂടെ ഇറങ്ങി? ആന ഈ ഭാഗത്ത് ഇവിടെ വരും. പിന്നെ ഈ അക്കരെ ഭാഗത്തൂടെ ഇവിടെ വന്ന് അവിടെ ഒരു ചീറ്റ് വരെയുണ്ട്. അവിടെ വന്ന് നിന്ന് ഈ സത്യന്റെ പെരയുടെ മുറ്റത്തൂടെ പോയി അങ്ങനെ പോയി കറങ്ങി ചാടിച്ച് എത്തുമ്പം ആ കിടങ്ങിന്റെ ഇപ്പുറത്തൂടെ വന്ന് ഇവിടെ വരും. വാഴക്കലൊന്നും അത് പോകത്തൊന്നുമില്ല. അതിന് ഞങ്ങൾക്ക് ഒരു പേടി. അതിന്റെ അടി വെച്ച് അതിലേ കുടിഞ്ഞു വരും. ചിലപ്പോ 1 മണിക്കായിരിക്കും, ചിലപ്പോ സന്ധ്യക്കായിരിക്കും, ചിലപ്പം 10 മണി കഴിഞ്ഞായിരിക്കും. സമയം നമ്മൾ പറയാൻ പറ്റത്തില്ല. അന്ന് 10 മണി ആകുമ്പോഴേ ഇവിടെ വന്ന് നിന്നത് ഈ പെരയുടെ ഇടയ്ക്ക്. രാത്രി 10 മണിയായപ്പോ ഞങ്ങളുടെ മരുമോൻ ഇതുപോലെ അവൻ കാവലി കിടക്കാൻ വരും. അവൻ വരുമ്പോ ആന അവിടെ നിൽക്കുന്നു. ഒരു ദിവസം വെളുപ്പിനെ അവന്റെ മോടെ വീട് അതിന്റെ പടിഞ്ഞാറായി അറ്റം. അതിന്റെ ഇപ്പുറത്തെ ഒരു വീടുണ്ട്. ആ പെരയുടെ രണ്ടിന്റെ ഇടയ്ക്ക് 3:30-4 മണിയായി. കിടങ്ങിന്റെ സൈഡ് കൂടെ റോഡിൽ കൂടെ ഒക്കെ വന്നതായിരിക്കും. അത് വന്ന് അവിടെ ഇടയ്ക്ക് നിന്ന് വാഴ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഒത്തൊന്ന് പന്നിയായിട്ടുണ്ട്. നോക്കുമ്പോ ആനയാ. അതൊരു 3:30-4 മണിയായി. അന്നേരം ഒറ്റ കൂട്ടമായിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഒറ്റയ്ക്കാ വരുന്നത്. ആ ഒരു ശല്യം ഞങ്ങൾക്ക് ഒഴിവാക്കി തന്നാ കുറിച്ച് വല്ലതും ചെയ്തിട്ടില്ല. ഞങ്ങളിങ്ങനെ അപേക്ഷയൊക്കെ കൊടുക്കും. അത് ആദ്യം വന്നിട്ട് തന്നു, അതെല്ലാം നശിച്ചു പോയി. അത് ഞങ്ങളുടെ കോളേജ് ചുറ്റും ഇട്ട് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാരും കിടക്കുമല്ലോ. അല്ലാത്ത ആൾക്കാർ ചുറ്റോടെ ഇട്ട് കൂടുതല് അത് കുറച്ചേ ഉള്ളു. ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. പ്രൊമോട്ടർമാരൊക്കെ വരാറുണ്ട്. രാവിലെയും രാത്രിയും ഒറ്റത്തൊക്കെ ഇറങ്ങും. ആനയുടെ മുന്നിലാണ് വന്നിട്ടുണ്ടോ? അപകടം 7-8 വർഷമായി. കണ്ട് ഈ അങ്ങേറ്റത്തെ പെരയുടെ അപ്പുറത്തിട്ട് ഒരുത്തനെ കൊന്നതാ. ആന രാവിലെ അല്ല, വൈകിട്ട്. അത് ഇങ്ങനെ പാടത്ത് പോയ കണ്ട വാങ്ങിക്കൊണ്ട് വന്ന വരവാ. ഒരു പോത്തുകാർ സാറിനെ ചാടിക്കൊണ്ട് വന്നിട്ട് അത് തിരിഞ്ഞു പോയതാ. തിരിഞ്ഞു പോയ കൂട്ടത്തിൽ അങ്ങനെ അടിച്ചു. അപ്പോഴേ എത്തും. കമലസ്വാമി എന്ന് പറയും. അങ്ങർക്ക് എങ്ങാണ്ട് 6-7 ലക്ഷം രൂപ കിട്ടിയെന്ന് തോന്നുന്നു. എത്ര വർഷമായത്? അതിപ്പോ 8-10 വർഷമായി. ഒരു 4-4 ആയി.
ഞങ്ങൾക്ക് വണ്ടി സൗകര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടുന്ന് ഒരു വണ്ടി വിളിച്ചാലോ ഒരു ഓട്ടോ വിളിച്ചാലോ വരാൻ പറ്റില്ല. ബസ്സില്ല. ഒത്തിരി ഞങ്ങൾ പറഞ്ഞതാ ഞങ്ങൾക്ക് ഒരു കൊച്ചു വണ്ടി ഇവിടെയുള്ള അടുത്തുള്ളതോ അല്ലെ ഫോൺ വിളിച്ചാലോ വരും. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നെ ഈ കറണ്ടിന്റെ ഇങ്ങനെ കിടക്കുന്നോണ്ട് ഞങ്ങൾക്ക് റേഞ്ച് ഉണ്ടെങ്കിൽ വിളിച്ചു വരുത്തും, അതല്ലെങ്കിൽ ഇല്ല, കിട്ടത്തില്ല. എന്റെ പേര് രാജൻ. എനിക്ക് വെള്ളം തെറ്റി. ഞാൻ ഇവിടുത്തെ മൂപ്പനാണ്. ആനശല്യം ഭയങ്കര ശല്യമാണ്. ഈ കിടങ്ങ് പറിച്ചിട്ട് ഒരു കഥയുമില്ല. കൊപ്പം വലിച്ചിട്ടത് വെറുതെ കൊപ്പത്തിന്റെ അടുത്തുകൂടെ ആന കയറി ഇറങ്ങി റോഡ് ഈ ചായും പകലും ഒരേ കണക്കിൽ കിഴക്കുവെള്ളം കയറി ഇറങ്ങി വരുവാണ്. കൃഷികൾ മൊത്തം നശിപ്പിച്ച് വരികയാണ്. കൃഷികളെ നശിപ്പിച്ച് തെങ്ങായാലും വാഴയായാലും ചീനിയായാലും ഒരു വക പോലും ഞങ്ങൾക്ക് ഇവിടെ ഇട്ട് ജീവിച്ചു പോകാൻ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. പിന്നെ അത് തന്നെയല്ല, കുട്ടികൾക്ക് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ വനത്തിൽ കൂടെ പോകണം. ഒരു വണ്ടി സ്വാതന്ത്ര്യം പോലും ഇല്ല. വണ്ടി സ്വാതന്ത്ര്യം പോലും ഇല്ല. എങ്ങും ഫെൻസിങ് ഇട്ടിട്ടില്ല, എങ്ങും ഇട്ടിട്ടില്ല. അങ്ങനെ പിന്നെ ഒരു 1.5 കിലോമീറ്ററോളം കൊച്ചുകൊണ്ട് തന്നെ 5 വയസ്സ് തൊട്ടുള്ള പിള്ളേർ നടന്നാണ് പോകുന്നത്. എല്ലാവരും വനത്തിൽ കൂടെ തന്നെ പോയി ഒരു 1.5 കിലോമീറ്ററോളം പോയി കഴിഞ്ഞ് അവിടം കഴിഞ്ഞാണ് പിന്നെ വണ്ടി. വെള്ളംതെറ്റി ഡിവിഷൻ ആണോ? ഡിവിഷൻ പടിഞ്ഞാറ് വെള്ളംതെറ്റി വരും. ഫോറസ്റ്റ് ഏരിയ. ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. നമ്മുടെ ഇത് ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. ആണ്. അനുശല്യം ഭയങ്കര ബുദ്ധിമുട്ടുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പോലും പോയി വരാനുള്ള ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു പിന്നെ ഇവിടെയാണ് പാടത്ത് സ്കൂളിൽ പഠിക്കുന്നത് 3 കുട്ടികളായിരുന്നു. 3 കുട്ടികൾക്ക് പാനക്കൊണ്ടും വരാനും കൊണ്ടും നടന്നു പോകാനും നല്ല ഒരു സമയത്ത് പോകുമ്പോഴത്തേന് ആന 4 മണി സമയത്തും 5 മണി സമയത്തൊക്കെ ആന ഇറങ്ങി നിൽക്കുകയാണ്. കൊണ്ട് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. വന്ന വഴിക്കെന്ന് പറഞ്ഞാൽ വൈകുന്നേരം അല്ല, കറക്റ്റ് 1 മണി ഉച്ച സമയം 2 മണി സമയത്തല്ല ആന അവിടെ നിൽക്കുകയുള്ളൂ. കിടങ്ങ് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഒരു പ്രയോജനം മൊത്തം കിടങ്ങിനകത്ത് കൂടെ ഇറങ്ങി ചക്കയും മാങ്ങയും പ്ലാവും വാഴകളും മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? ആളുകളെയും ഇടയ്ക്ക് ചാടിക്കുന്നുണ്ട്. രാത്രി അങ്ങോട്ട് പോയി ചാടിക്കാൻ പോകുമ്പോഴത്തേന് തിരിച്ച് വീട്ടിൽ ചാടിച്ച് കയറ്റുന്നുണ്ട് ആൾക്കാരെ. അങ്ങനെ ഒത്തിരി പേര് വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പടക്കമൊന്നും പൊട്ടിച്ചെന്നുള്ള യാതൊരു നിവൃത്തിയില്ല. എത്ര കുടുംബങ്ങളുണ്ട്? ഞങ്ങൾക്ക് 23 കുടുംബക്കാരുണ്ട്. ഗോത്രഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, മലമണ്ഡലങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും ട്രൈബലിന്റെ വീടൊക്കെ ഉണ്ടല്ലോ. ട്രൈബലിന്റെ വീടുണ്ട്. പഞ്ചായത്തിന്റെ ഒക്കെ ഉള്ള സഹായങ്ങളുണ്ട്. അങ്ങനെ പല സഹായങ്ങളും നടക്കുന്നുണ്ട്. ഫോറസ്റ്റുകാരുടെ സഹായവും ഉണ്ട്. ഫോറസ്റ്റുകാർ വിളിച്ചാൽ വരുമൊക്കെ ചെയ്യും. കടശ്ശേരിക്കാരാ വരുന്നത്. ഓഫീസാണ് കടശ്ശേരി വിറ്റാ വരുന്നത്. അങ്ങനെ അവിടുത്തെ ഫോറസ്റ്റുകാർ വീരും വിളിച്ച് പറഞ്ഞ ഉടനെ രാത്രിയിലായാലും പാരാത്രിയിലായാലും അവർ വരും. വന്നുകൊണ്ട് അതിനെ ചടിച്ച് കളയും. അതും ചടിച്ച് കളഞ്ഞിട്ട് അവർ അവിടെ ചെല്ലുന്നതിന് മുന്നേ അതിനെ വീണ്ടും തിരിച്ച് നമ്മുടെ ബ്ലോക്കിൽ തന്നെ തിരിച്ചു വരുവാണ്. പുലിയുടെ ശല്യമുണ്ട്. പിന്നെ വല്ലപ്പോഴും ഈ കടുവയുടെ ശല്യമുണ്ട്. അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ കടുവ ഇറങ്ങാറുണ്ട്. പടിഞ്ഞാറ് വെള്ളം തെറ്റി സൈഡിൽ കൂടെ കുമരംകുടിക്ക് പോവാം. ഇല്ല മൊത്തം വനമായിക്കിട്ട് ഫോറസ്റ്റ് വനമായി കിടക്കും. കുമരംകുടി കൂടെ പോയാ പെരുന്തോലി, പൂനല്ലൂര്, കറൂര് ഈ ഭാഗം ഇങ്ങനെ ചെന്നുണ്ട്. ഇപ്പൊ റോഡൊന്നും അവർ ചെന്ന് പറ്റത്തില്ല. എല്ലാവരും പറ്റത്തില്ല. ആന വരുന്നത് ഈ അക്കരെ കൂടെ ആ തോട്ടിൽ കൂടെ വന്ന് ഇവിടെ കയറും. അതുകൊണ്ട് ഈ ഇവിടെ അതുകൊണ്ടാക്കിയിട്ട് വരെ അവിടെ വന്ന് നിൽക്കും. അവിടുന്ന് വാ വെക്കാതെ ഈ അറബിക്കൂടെ പോയി ഇങ്ങനെ വന്ന് അവിടെ പോയി നിൽക്കും. ഇറങ്ങും. കിട്ടത്തുള്ളൂ, അല്ലേ കിട്ടത്തില്ല. കേറി വരാം. വേണ്ട ഈ കെട്ടിരിക്കുന്നതുകൊണ്ടാ അവിടെ വന്ന് ആന നിൽക്കുന്ന. വാ വെക്കുമ്പം ഇതിലേ പോയി ഇങ്ങനെ വന്ന് അവിടെ പോയി നിൽക്കും. അവിടെയും പോയി നിന്ന് പിന്നെ അതിലൂടെ ഇറങ്ങി വരും മേളിൽ കൂടെ. ആണ് അത് തന്നെ. അല്ലേ ഞമ്മളിപ്പോ പണ്ടത്തെ പയറും വഴുതിനങ്ങ. ഈ വീട്ടിൽ ഞാൻ തന്നെ ഉള്ളു. ഇവൻ ഇതിന്റെ മണ്ടയ്ക്ക് കിടന്ന് കുരയ്ക്കും. നോക്കി നിൽക്കുക. അവനാ കൂട്ടും. എന്തൊരു അനക്കം ഉണ്ടെങ്കിലും കുരയ്ക്കും. ഇത് വന്നാ അറിയാം. ഇവിടെ എത്ര നാളെ താമസമായിട്ട് നമ്മുടെ വെള്ളം തെറ്റിയിട്ട്?
വളരെ താമസമായിട്ട് ഇപ്പൊ ഒരു 45 വർഷമാവും. 45 വർഷം. നമുക്ക് കൂലിപ്പണിയൊക്കെ തന്നെ അല്ലയോ? കൂലിപ്പണിക്ക് തന്നെ. വയ്യാത്ത അവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആനയൊക്കെ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ട് ഓടാനോ പിടിക്കാനൊന്നും ഈ പറ്റില്ല. വയ്യാത്ത അവസ്ഥയിൽ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടിരിക്കുക. ആന വന്നിട്ടുണ്ടോ അങ്ങനെ നിൽക്കുമ്പോൾ? ഇങ്ങനെ ഇരിക്കുമ്പോ ദിവസം ഇതുപോലെ വന്നില്ല. എന്റെ പെരയുടെ പരിമ്പുറത്തെല്ലാം മുറ്റത്തും അവിടെ ഇവിടെയൊക്കെ വന്ന് ഒരു ദിവസം അങ്ങനെ വന്ന് തെങ്ങുണ്ടായിരുന്നു. ആ തെങ്ങൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. വനവാസികളുടെ പ്രശ്നങ്ങൾ പറഞ്ഞും കേട്ടും കണ്ടും അറിഞ്ഞുമൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിലെ കിഴക്കേ വെള്ളംതെറ്റിയിലാണ്. വനവാസികൾ താമസിക്കുന്ന മേഖലയാണ്. വന്യമൃഗശല്യം രൂക്ഷമായ സ്ഥലമാണ്. കൃഷി പോലും ചൊവ്വ നേരെ അവർക്ക് എടുക്കുവാൻ പറ്റുന്നില്ല. പ്രവാസികളായ ആൾക്കാരുടെ പ്രശ്നങ്ങളുമൊക്കെ അവർ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് അങ്കനവാടിയാണ്. പത്തനാപുരം താലൂക്കിലെ പിറവന്തൂർ പഞ്ചായത്തിലെ കടശ്ശേരിയിലെ വാർഡ് നമ്പർ 1 അങ്കനവാടിയാണ്. നമുക്ക് ഈ കാഴ്ചകൾ ഇനിയും അവസാനിക്കുന്നില്ല. വനം വകുപ്പിന്റെ പ്രധാനപ്പെട്ട മന്ത്രിയും മറ്റുള്ള MLA-മാരും ഒക്കെ ശ്രദ്ധിച്ച് ഈ വെള്ളംതെറ്റിയിലെ ജനങ്ങൾ വന്യജീവി ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള അവർക്കുള്ള ഒരു സംയോജിതമായ ഇടപെടൽ നടത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വാർത്തകൾ അവസാനിക്കുന്നില്ല. ചാനൽ വാർത്തകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.